ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. നോമിനേഷൻ പ്രക്രിയ ആയിരുന്നല്ലോ. അപ്പോൾ അനീഷിന്റെ നോമിനേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഷാനവാസിന്റെ നോമിനേഷൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആദിലയും അക്ബറും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആദിലയാണ് ശരിക്കും ഞെട്ടിച്ചത്. കാരണം ആദില ഷാനവാസിനെതിരായിട്ട് പറഞ്ഞ കാരണങ്ങൾ, ക്യാരക്ടർ പിടിച്ചു നിൽക്കുന്നു, മെയിൽ ഷോവിനിസ്റ്റ് ആണെന്ന് വേറെ ആര് പറഞ്ഞപ്പോഴും പ്രശ്നമില്ല, ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് പ്രശ്നം, പിന്നെ യൂസ് ആൻഡ് ത്രോ ആണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സമയത്തും ഓരോരുത്തരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടും. ഇപ്പൊ ലക്ഷ്മിനെയാണ് ഷാനവാസ് പിടിച്ചിരിക്കുന്നത്. ആ നാടകത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണെന്ന് ആദില പറഞ്ഞു. കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടാണ് പറഞ്ഞത്. ഇത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. കാരണം ഇന്നലെ ഇവര് തമ്മിൽ ആ ഒരു ഡിസ്കഷൻ ഉണ്ടായപ്പോഴേ ഓർത്തതാണ് നോമിനേറ്റ് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഷാനവാസ് ആദിലയുടെ പേരൊന്നും അല്ല പറഞ്ഞത്. അക്ബർ ഷാനവാസിനെതിരായിട്ട് പറഞ്ഞ റീസൺ ഡാൻസ് മാരത്തോൺ ടാസ്കില് അക്ബറിന്റെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്നുള്ളൊരു റീസൺ ആണ് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് ഷാനവാസിന്റെ പേര് അക്ബർ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ആദില ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മി പ്രിൻസിപ്പാള് കളിച്ച് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതേ സെയിം കാര്യം പറഞ്ഞിട്ട് നൂറയും ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊരു കോമഡി ആണെന്ന് ഓർത്തോണം. എന്നിട്ട് ലക്ഷ്മി നോമിനേഷൻ ചർച്ച ചെയ്തു എന്നൊരു കാരണവും ആദില എടുത്ത് ലക്ഷ്മിയുടെ തലയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ പൊളിഞ്ഞു. ലൈവ് കണ്ടവർക്കറിയാം ആരാണ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യാമെന്ന് തീരുമാനം എടുത്തത് എന്നുള്ളത്. അല്ലെ പിന്നെ എങ്ങനെയാണ് ഈ ആദില നൂറ രണ്ടുപേരും ലക്ഷ്മി പ്രിൻസിപ്പിൾ കളിക്കുന്നു എന്നൊരു റീസൺ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇത് നോമിനേഷൻ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ്. എന്നിട്ട് ലക്ഷ്മി നോമിനേഷൻ ഡിസ്കസ് ചെയ്തു എന്നുള്ള റീസണും കൂടെ പറഞ്ഞിട്ട് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് മഹാ ചീപ്പ് പരിപാടിയായി പോയി. പിന്നെ അക്ബർ നൂറെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഷാനവാസ്, അക്ബർ എന്നിവരായിരുന്നു നൂറയുടെ നോമിനേഷൻസ്. നെവിന്റെ 2 നോമിനേഷൻസിൽ ഒരാള് സാബുമാൻ ആയിരുന്നു. നല്ല മനുഷ്യനാണ്, പക്ഷെ ഇനാക്റ്റീവ് ആണ്. അങ്ങനെയൊക്കെയുള്ള റീസൺസ് നെവിൻ പറയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള നല്ലൊരു ഹ്യൂമൻ ബീങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഗെയിം കളിക്കുന്നില്ല എന്നുള്ള റീസൺ ആണ് പറയുന്നത്. പിന്നെ നെവിന്റെ ഒരു നോമിനേഷൻ നൂറയായിരുന്നു. ലക്ഷ്മി നോമിനേറ്റ് ചെയ്യുന്ന 2 പേര് ആദില, അക്ബർ. ആദില ടാസ്ക് മനസ്സിലാക്കി ചെയ്തില്ല, കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് മനസ്സിലാക്കി ചെയ്തില്ല. അക്ബറും അതേ റീസൺ തന്നെയാണ്. അക്ബറിനെ പറഞ്ഞത് അതേ റീസൺ വെച്ചിട്ട് തന്നെയാണ്. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് നെവിൻ, അക്ബർ എന്നിവരെയായിരുന്നു. ഇവര് 3 പേരും ഉണ്ടല്ലോ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായിട്ടുള്ള ഈ 3 പേരുടെ നോമിനേഷൻസ് ഓപ്പൺ നോമിനേഷൻസ് ആയിരുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന പോലെയാണ് പറഞ്ഞത്. ആര്യൻ അനിമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലൂലെസ് ആണെന്നാണ് പറയുന്നത്. ഒരു കാര്യത്തെ പറ്റി ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് വീക്കിൽ ആര്യൻ തെറി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇത് പറഞ്ഞിട്ട് അനിമോളെയും നൂറേനെയും ആര്യൻ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അനിമോൾ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഡബിൾ മീനിങ് പറയുന്നതും പിന്നെ ദേഹത്ത് തൊട്ട് കളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനിമോൾ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ജിസൈൽ ഉണ്ടായിരുന്നപ്പോൾ ജിസൈലിന്റെ നിഴലായിട്ട് നിന്ന് കളിച്ചു. നെവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അറിയാമല്ലോ, അത് കണ്ടവർക്കറിയാം. അപ്പോ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റില് വന്നിരിക്കുന്നത് 6 പേരാണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ 4 പേര് സേവ് ആയി. ലക്ഷ്മിക്ക് 2 വോട്ടുകൾ, നെവിന് 3, ആര്യന് 3, നൂറയ്ക്ക് 3, ഷാനവാസിന് 3, അക്ബറിന് 4. സേവ് ആയിരിക്കുന്നത് ആരൊക്കെയാണെന്നല്ലേ? അനീഷ്, അനിമോള, പിന്നെ സാബുമാൻ സേവ് ആയി, ആദില സേവ് ആയി. ഈ 4 പേരാണ് സേവ് ആയത്. ആദിലെ പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. സംഭവം ആദില ക്യാപ്റ്റനായിട്ട് ഒഴിയാണ്. അപ്പൊ ആദിലയുടെ പേര് പറയാമായിരുന്നു പലർക്കും എന്ന് തോന്നുന്നുണ്ട്. അതേപോലെ സാബുമാന്റെ പേരും പലർക്കും പറയാമായിരുന്നു. അനീഷിന്റെ ഒരു നോമിനേഷൻ സാബുമാൻ ആയിരുന്നുവെങ്കിൽ സാബുമാൻ നോമിനേഷനിലേക്ക് വന്നേനെ. കാരണം ഒരു നോമിനേഷൻ ഓൾറെഡി സാബുമാനിലേക്ക് പോയിരുന്നു. അനീഷ് അവിടെ ഒരു റോങ് കളിച്ച പോലെ എനിക്ക് തോന്നി. അത് ഷാനവാസിന്റെ പേര് പറയാൻ പാടില്ലായിരുന്നു എന്നല്ല, അത് അനീഷിന്റെ ഗെയിമാണ്. പക്ഷെ സാബുമാനെ പറയാമായിരുന്നു. സാബുമാൻ നോമിനേഷനിൽ വരേണ്ടതായിരുന്നു. സാബുമാൻ വന്നില്ല. അനിമോളെയും അനീഷിനെയും പിന്നെ അവിടെ ഉള്ളവർക്ക് അറിയാം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവർ 2 പേര് സേവ് ആയി പോകും. അനിമോളാണേലും അനീഷാണേലും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് ഇവിടം വരെ എത്തി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവർ സേവ് ആയി പോകുമെന്ന് അറിയാം. ഷാനവാസിനെ ജനവിധിക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ആ ജനവിധി ഷാനവാസിന് അനുകൂലമായിരിക്കും എന്ന് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആദിലെ, അക്ബറും ഒക്കെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് പ്യൂർലി ആ രീതിയിൽ തന്നെയാണ്. ഷാനവാസ് സേവ് ആവുമെന്ന് അറിയാം. അപ്പോ ഇതായിരുന്നു നോമിനേഷൻ പ്രക്രിയ. ഷാനവാസിന്റെ നോമിനേഷന്റെ സമയത്ത് ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കവർ ചെയ്തത് വേറെ ആയിട്ട് പറയാം കേട്ടോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.